എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 118-ാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും പരിശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. മുടങ്ങാതെ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ഇടത്തട്ടുകാരനായ സുഹൃത്തിനെ ഒഴിവാക്കി യഥാർത്ഥ സപ്ലയറെ കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ പരിശ്രമങ്ങൾ റെജി നടത്തി നോക്കിയെങ്കിലും ഒന്നും അങ്ങോട്ട് വിജയം കണ്ടില്ല. എന്നാൽ പരിശ്രമം തുടരാതിരിക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ലല്ലോ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി മാറ്റി മറ്റൊരു വഴിയിലൂടെ അന്വേഷണത്തിനായി പരിശ്രമിച്ചു. എങ്കിലും ആ കാര്യത്തിനു വേണ്ടി പലതരത്തിലും റെജി നടത്തിയ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇത്ര നാളും അന്വേഷിച്ചിട്ട് പോലും കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ രഹസ്യം സൂക്ഷിക്കാനുള്ള സുഹൃത്തിൻ്റെ കഴിവിനെ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അത്രയും ഭംഗിയായി ആരും അറിയാത്ത രീതിയിലാണ് സുഹൃത്ത് എവിടെ നിന്നോ ഈ സാധനം സംഘടിപ്പിച്ചു കൊണ്ടുവരുന്നത്. അതെവിടെ നിന്നാണെന്ന് കണ്ടുപിടിച്ചാലും മതിയായിരുന്നു. നേരിട്ട് പോയി ഇടപെടാമല്ലോ എന്നും റെജി കണക്ക് കൂട്ടി. പക്ഷേ അതും വിജയിച്ചില്ല. നേരിട്ട് കച്ചവടം നടത്താനുള്ള റെജിയുടെ പദ്ധതി സുഹൃത്ത് എങ്ങനെയോ അറിഞ്ഞു. അതോടെ ഇവനെ ഒഴിവാക്കിയാലോ എന്ന് അയാളും ആലോചിക്കാൻ തുടങ്ങി. പുതിയ ആളുകളെ ആരെയെങ്കിലും വിതരണത്തിന് കിട്ടുമോ എന്ന് അയാൾ അന്വേഷിച്ചു തുടങ്ങി. അയാൾക്കും പുതിയ ആളുകളെ കണ്ടുപിടിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഇതിപ്പോൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ച വകയിൽ ഒന്നുമില്ലാത്ത അവസ്ഥയായിരിക്കുമല്ലോ തനിക്ക് ഉണ്ടാകാൻ പോകുന്നത്. കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലുള്ളത് എടുക്കാൻ കഴിഞ്ഞതുമില്ല എന്ന് പറയുന്നത് പോലെ ആയാൽ ശരിയാവുകയില്ലല്ലോ. വരാൻ പോകുന്ന നഷ്ടമോർത്തപ്പോൾ റെജിക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നി. ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാതെ അലഞ്ഞു നടന്നപ്പോൾ കിട്ടിയ വഴിയല്ലേ. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു എത്തും പിടിയും അവന് കിട്ടിയില്ല. ഒരു ദിവസം നേരിട്ട് സുഹൃത്തിനോട് തന്നെ കാര്യമങ്ങ് പറഞ്ഞു. സപ്ലൈ ചെയ്യുന്ന ആളുടെ വിവരങ്ങൾ എനിക്ക് നേരിട്ട് തന്നാൽ ഞാൻ നേരിട്ട് സാധനമെടുത്ത് വിതരണം ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞതായി നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലോ. നിങ്ങൾ പക്ഷേ ആ വിവരം എനിക്ക് തരാൻ തയ്യാറല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അധ്വാനം കൊണ്ട് കുറേയേറെ ഗുണമുണ്ടാക്കിയില്ലേ. ഇനി കുറച്ച് ഞങ്ങളും ഉണ്ടാക്കട്ടെ. നേരിട്ട് നിങ്ങൾ വിവരം എനിക്ക് തരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഏത് സമയം നിങ്ങൾ അകത്തായി എന്ന് ചോദിച്ചാൽ മതിയാകും. ഇവൻ്റെ ഭീഷണിയെ വെറുതെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇവന് സാധനങ്ങൾ കൈമാറുന്ന സെൻറ്ററുകളെല്ലാം ഇപ്പോൾ വളരെ നന്നായി അറിയാം. കൈമാറുന്ന സമയവും അറിയാം. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം താൻ അവിടെ എത്തുന്ന സമയത്ത് തന്നെ കാത്തു നിൽക്കുന്നത് ഇവിടുത്തെ പോലീസുകാരാണ് എങ്കിൽ കുടുങ്ങിയത് തന്നെ. ഇതിനേക്കാൾ ഭേദമായിരിക്കും ഇവനെ നേരിട്ട് വിതരണക്കാരനുമായി മുട്ടിച്ചു കൊടുത്തേക്കുന്നത്. അവൻ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഇനി ചെയ്തോളുമല്ലോ. അല്ലെങ്കിൽ തന്നെ പേടിച്ചുള്ള ഈ ജീവിതം മടുത്തു തുടങ്ങി. കുറേ പണം സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ട് മാത്രം എന്താ കാര്യം? സ്വസ്ഥമായി ഒരു ദിവസവും ഉറങ്ങാൻ പോലും പറ്റില്ല. നാട്ടിലെ പോലീസിനെ പോലെയല്ല ഇവിടെയുള്ളവർ. അവിടെ പണം കൊടുത്തൊതുക്കാം. ഇവിടെയുള്ളവർ കാര്യങ്ങൾ മണത്തു പിടിക്കാൻ അസാമാന്യ കഴിവുള്ളവരാണ്. അവരുടെ കഴിവ് അവർ പരമാവധി ഉപയോഗിക്കുന്നുമുണ്ട്. പിന്നെ ഇതുവരെയും പിടിക്കപ്പെടാത്തത് ഭാഗ്യം കൊണ്ടും നാട്ടിലുള്ളവരുടെ പ്രാർത്ഥന കൊണ്ടുമാണെന്ന് കണക്കാക്കിയാൽ മതി. അല്ലാതെ തങ്ങളുടെ കഴിവുകൊണ്ടാണെന്ന് വിചാരിക്കാനേ പാടില്ല. പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന കാര്യം ശരി. പക്ഷേ ഭാഗ്യം കൂടി ഇല്ലെങ്കിൽ ശ്രദ്ധ കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അപകടം പിന്നാലെ തന്നെ ഉണ്ട് എന്ന വിചാരത്തിലാണ് ഇത്രയും കാലവും ജീവിച്ചത്. ഇനിയിപ്പോൾ ഇതൊക്കെ മതിയാക്കി നാട്ടിലേക്ക് പോയാൽ എന്താ കുഴപ്പം? അവിടെ സ്വസ്ഥമായി എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാം. അതിനുള്ളതൊക്കെ ഇത്രയും കാലം കൊണ്ട് സമ്പാദിച്ചിട്ടുണ്ട്. ബാധ്യതകളൊക്കെ തീരുകയും ചെയ്തു. ഞാനിപ്പോൾ നിന്നെ
നേരിട്ട് വിതരണക്കാരുമായി മുട്ടിച്ചു തന്നാൽ നീ എനിക്കെന്തു തരും? എന്തെങ്കിലും കിട്ടാതെ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതില്ലല്ലോ എനിക്ക്. ഞാൻ ഇവിടെ നിന്നും മാറിക്കഴിഞ്ഞാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ കണക്ക് കൂട്ടുന്നതിലും വളരെ അധികമാണത്. അതിൻ്റെ ഒരു വിഹിതം അഡ്വാൻസായി എനിക്ക് തന്നാൽ മതി. ഞാനിത് മതിയാക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. റെജി ചിന്തിച്ചു നോക്കുമ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. ഇവൻ ഇവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഏത് സമയത്തും പാര പ്രതീക്ഷിക്കാം. നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പാര വയ്ക്കൽ അത്ര എളുപ്പമൊന്നുമല്ല. എന്തായാലും ഇവൻ്റെ ലക്ഷ്യം എന്തെന്നറിയാമല്ലോ. ഒരു ബാർഗെയിനിങ്ങിനൊന്നും കഴിയില്ല. കുറച്ചു തുക അവന് കൊടുത്തേക്കാം. അതുകൊണ്ട് തനിക്ക് നഷ്ടമുണ്ടാകാൻ പാടില്ല. നിങ്ങൾ മാറിത്തരുന്നതിനും നേരിട്ട് ഞാനുമായി വിതരണക്കാരനെ ബന്ധപ്പെടുത്തുന്നതിനും പ്രതിഫലമായി നിങ്ങൾ വലിയ തുക ചോദിച്ചാൽ എന്നെക്കൊണ്ട് തരാൻ പറ്റില്ല. എനിക്ക് കഴിയുന്നത് വല്ലതുമാണെങ്കിൽ വിതരണക്കാരനെ കണ്ട് പരിചയപ്പെട്ട് ഞങ്ങൾ തമ്മിലുള്ള വ്യവസ്ഥകളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാൽ തരാം. അതിനുശേഷം മാത്രമേ ഞാൻ പണം കൈമാറുകയുള്ളൂ. വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. ഇത്രയും കാലം ഞാൻ ചെയ്തതുപോലെ തന്നെ. പറയുന്നത് പോലെ റെജി പ്രവർത്തിക്കും എന്നത് ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് ഉറപ്പായ കാര്യമാണ്. അതിനിനി മാറ്റം വരാൻ പോണില്ല. ആദ്യം വിതരണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തെല്ലാം പറഞ്ഞുവോ അതേ വ്യവസ്ഥയിൽ തന്നെയാണ് ഇത്രയും കാലവും. കൃത്യനിഷ്ഠയോടെയും അതീവ ശ്രദ്ധയോടെയും ജോലി ചെയ്യാൻ റെജിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും അവൻ പറഞ്ഞ വാക്ക് പാലിക്കും. സുഹൃത്ത് ഒരു തുക ചോദിച്ചു. അത് റെജിക്ക് തൃപ്തികരമായിരുന്നു. അങ്ങനെ അയാളെ മധ്യവർത്തി എന്ന നിലയിൽ നിന്നും ഒഴിവാക്കി. കച്ചവടം റെജിയും വിതരണക്കാരനും തമ്മിൽ നേരിട്ട് നടത്താൻ തുടങ്ങി. അന്നു മുതൽ റെജിയുടെ കയ്യിൽ പണം ഇഷ്ടം പോലെ വന്നു തുടങ്ങുകയും ചെയ്തു. വെറും 2 വർഷം മാത്രമേ പിന്നെ റെജി അവിടെ നിന്നുള്ളൂ. ആ കാലം കൊണ്ട് തന്നെ അവൻ വേണ്ടതിലധികം നേടിക്കഴിഞ്ഞു. പണം മതിയാകാത്ത തരം ആർത്തിയൊന്നും റെജിക്കില്ല. 2ാം വർഷത്തിൻ്റെ അവസാനം അവന് ഒരു ഉൾവിളി പോലെ ഉണ്ടായി. കക്കാൻ സൗകര്യം കിട്ടി എന്നതുകൊണ്ട് നേരം വെളുക്കുവോളം കക്കാൻ പാടില്ല. കള്ളത്തരം കാട്ടിയിട്ട് ഇത്രകാലവും പിടിക്കപ്പെട്ടില്ല എന്നതുകൊണ്ട് ആയുഷ്കാലവും കള്ളത്തരം കാണിക്കാൻ പാടില്ല. നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നീ അത് മതിയാക്കി പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ കുടുങ്ങും. കുടുങ്ങിയാൽ പിന്നെ ജീവിതം മുഴുവൻ ജയിലിലായിരിക്കും. റെജി ഏറ്റവുമധികം ബഹുമാനിക്കുന്ന ഒരു വൈദികൻ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. ആ വൈദികൻ രാത്രിയിൽ സ്വപ്നത്തിൽ വന്ന് സംസാരിക്കുന്നതായിട്ടാണ് റെജിക്ക് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്കൊന്നിനും റെജി എതിർപ്പ് പറഞ്ഞിട്ടുമില്ല. റെജി രംഗം ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് കയറിപ്പറ്റാൻ ശ്രമിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവരിൽ ആർക്കെങ്കിലും വിതരണക്കാരനുമായുള്ള ബന്ധം കൈമാറി ആ വകയിൽ കിട്ടുന്ന പണവും വാങ്ങി നാട്ടിലേക്ക് പോകാൻ റെജി തീരുമാനിച്ചു. അതിനു മുൻപ് തന്നെ സമ്പാദ്യമായി ഉണ്ടായിരുന്ന പണം മുഴുവൻ നാട്ടിലെത്തിച്ചിരുന്നു. ഒരു ചോദ്യവും എവിടെ നിന്നും ഉണ്ടായില്ല. നാട്ടിലെ സ്വന്തം അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുകയാണ് ചെയ്തത്. മറ്റ് ആരെയും വിശ്വസിക്കാവുന്നവരായി അവന് ഉണ്ടായിരുന്നില്ല. റെജി സുഹൃത്തിന് പണം കൊടുത്തതുപോലെ തന്നെ അതിനേക്കാൾ കൂടിയ ഒരു തുക റെജിക്കും കിട്ടി. അങ്ങനെ പുതിയതായി വന്ന ഒരാൾക്ക് വിതരണക്കാരനുമായുള്ള ബന്ധം സ്ഥാപിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടിയ ആ തുകയും കൂടി വാങ്ങി റെജി നാട്ടിലേക്ക് തിരിക്കുകയാണ് ചെയ്തത്. നാട്ടിൽ വന്ന ഉടനെ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവന് പിടികിട്ടിയിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു സ്ഥലത്ത് വെച്ച് തൻ്റെ പഴയ ഒരു സുഹൃത്തിനെ കണ്ടെത്തി. ഗൾഫിൽ ഒരുമിച്ച് മദ്യം വിതരണം തുടങ്ങിയ സുഹൃത്ത് സജീവൻ തന്നെ. അവൻ പറഞ്ഞ വാക്കാണ് തന്നെ അവിടെ നിർത്തിയതും ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കാൻ സഹായിച്ചതും. സജീവനും ഇപ്പോൾ നാട്ടിലാണ്. അവൻ കിട്ടിയ പണമെല്ലാം കൊണ്ട് നാട്ടിൽ വന്ന് ക്വാറി ബിസിനസ് നടത്തുകയാണ്. അതിൻ്റെ ലാഭവശങ്ങളെപ്പറ്റിയെല്ലാം വിശദമായി റെജിക്ക് അയാൾ പറഞ്ഞു കൊടുത്തു. ഇതിപ്പോൾ നമ്മൾ ഗൾഫിൽ പേടിച്ച് ചെയ്ത ബിസിനസ്സിനേക്കാൾ ലാഭമുണ്ടാക്കുന്നതാണല്ലോ. അല്പം തഞ്ചത്തിൽ നിൽക്കണം എന്ന് മാത്രമല്ലേ ഉള്ളൂ. ചിലപ്പോൾ ചിലരെ ഒതുക്കേണ്ടി വരും.
അവിടെയും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ? അതുപോലെ ഇവിടെയും ചെയ്താൽ ഇവിടെയും സുഖം തന്നെ. പിന്നെ ഒട്ടും താമസിച്ചില്ല. സ്വന്തം നാട്ടിൽ തന്നെ ആദ്യം ക്വാറികൾ വാടകയ്ക്കെടുക്കുകയാണ് ചെയ്തത്. ഒരെണ്ണത്തിന് മാസം 1,00,000 രൂപ എന്ന റേറ്റിൽ 4 ക്വാറികൾ വാടകയ്ക്കെടുത്തു. അതോടെ കപ്പ്യാര് റെജി ഒരു മുതലാളിയായി. 20ഓളം ടിപ്പർ ലോറികൾ, 50ലേറെ പണിക്കാർ, കൊട്ടാര സദൃശ്യമായ ഒരു വീട്. അതിനെല്ലാം പുറമെ റെജി എന്തു പറയുന്നുവോ അത് ചെയ്യാൻ തയ്യാറായ കുറേ ഗുണ്ടകളും. അതുകൊണ്ട് റെജിയെ ഭയപ്പെടുന്നവരും നിരത്തുംതട്ടിലുണ്ട്. രാഷ്ട്രീയ ഭരണതലങ്ങളിലും ചെറിയ തോതിലെങ്കിലും സ്വാധീനമുണ്ട് റെജിക്ക്. നേരിട്ട് സ്വാധീനമില്ലെങ്കിലും പണം കൊണ്ട് സ്വാധീനമുണ്ടാക്കാൻ റെജിക്കറിയാം. എല്ലാ പാർട്ടിക്കാർക്കും കൈയയച്ച് പിരിവ് കൊടുക്കുന്നതിനാൽ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ആരും അതിനെതിരെ പറയാറില്ല. കമ്പനിക്കെതിരെ ജനകീയ സമരമുണ്ടായപ്പോഴും ക്വാറിയിലേക്ക് വേണ്ട കല്ലെടുക്കുന്നതിനെതിരെ സമരമുണ്ടായപ്പോഴും എല്ലാം പരിഹരിച്ചത് രാഷ്ട്രീയക്കാർ തന്നെ. തൻ്റെ ജീവിതമാർഗങ്ങളിൽ ഇഷ്ടംപോലെ തടസ്സങ്ങളുണ്ടായിട്ടുണ്ട്. അതെല്ലാം തട്ടിമാറ്റി മുന്നേറിയ ചരിത്രമാണ് റെജിക്ക് അന്നു മുതൽ. സജീവൻ വാങ്ങി തന്ന ഭക്ഷണം മുതൽ തുടങ്ങിയതാണ് തൻ്റെ വിജയം. അതിനുശേഷം ഒരിക്കൽ പോലും പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. പണത്തിനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനു വേണ്ടിയോ ഒരിക്കലും കാത്തു നിൽക്കേണ്ടി വന്നിട്ടുമില്ല. എല്ലാം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആരും റെജിയെ തോൽപ്പിക്കാൻ സമ്മതിക്കുകയുമില്ല. തൻ്റെ ഒരു ചെറിയ സ്വപ്നത്തിനല്ലേ ഒരു പീറച്ചെറുക്കൻ തടസ്സവുമായി നിൽക്കുന്നത്? അവനെ തീർത്തു കളഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല, ആഗ്രഹിച്ചത് നേടിയെടുക്കുക തന്നെ ചെയ്യും. തീർക്കണമെന്ന് നിർബന്ധമുണ്ടായിട്ടല്ല. എന്താണ് വേണ്ടത് എന്ന് ഒന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചൊരു തീരുമാനത്തിനെത്തിയാൽ പിന്നെ ഒട്ടും താമസമില്ല. മിക്കവാറും കിച്ചുവിന് ഒരാഴ്ച കൂടി മാത്രമേ നിരത്തുംതട്ടിലേക്ക് വരേണ്ടി വരികയുള്ളൂ. അതോടെ അവൻ്റെ കാര്യം തീർന്നേക്കും. റെജി എന്തോ ഒരു തീരുമാനത്തോടെ തല കുലുക്കി വഴിയിലേക്ക് കയറി. അപ്പോഴേക്കും അവൻ്റെ തന്നെ ഒരു ടിപ്പർ ലോറി കൊണ്ടുവന്ന് അവിടെ ബ്രേക്ക് ചവിട്ടി നിർത്തി. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയാണെങ്കിലും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ. അവരും കഥയുടെ ഓരോ ഭാഗങ്ങൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യട്ടെന്ന്. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് കൃത്യം 2:30 തന്നെ. എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ. ഓക്കേ.